മറുനാൾ കോൺവെന്റിലെത്തി. ഇത്തവണ അവൾ കുട്ടികളോടൊപ്പം ഇരുന്നില്ല. ഓഫീസ് ഭാഗത്തേക്ക് നടന്നു. റിസപ്ഷനിലിരുന്ന സിസ്റ്റർ അവളെ കണ്ടു. മുഖത്ത് പതിവ് പുഞ്ചിരിയുണ്ടായിരുന്നെങ്കിലും ഇത്തവണ എന്തോ വ്യത്യാസമുണ്ടായിരുന്നു. മോളെ, ഒരു മിനിറ്റ് ഇരിക്കാമോ? അനന്യ തലയാട്ടി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം കോൺവെന്റിന്റെ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ പുറത്തേക്ക് വന്നു. ആദ്യമായാണ് അനന്യ അവരോട് നേരിട്ട് സംസാരിക്കുന്നത്. അവർ പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നീയാണല്ലേ കുറച്ചു ദിവസമായി ഇവിടെ വരുന്നത്? അതെ, കുട്ടികൾക്ക് നിന്നെ ഇഷ്ടമായെന്ന് കേട്ടു. അനന്യ ചെറുതായി ചിരിച്ചു. അവർ വീണ്ടും ചോദിച്ചു, പക്ഷേ നീ കുട്ടികളെക്കാൾ പഴയ കാര്യങ്ങളിലാണ് കൂടുതൽ താൽപ്പര്യം കാണുന്നത്. ഒരു നിമിഷം അനന്യ മിണ്ടിയില്ല. ശേഷം ശാന്തമായി പറഞ്ഞു, ചില സംശയങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. ചാരിറ്റി ലേഡി മുഖത്തെ പുഞ്ചിരി മാറ്റിയില്ല. പഴയ കാര്യങ്ങൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ മുറിവുകൾ മാത്രം കിട്ടും. ജീവിതം മുന്നോട്ടു പോകുന്നതാണ് നല്ലത്. അവർ അത്രമാത്രം പറഞ്ഞു. തിരിഞ്ഞു നടന്നു. അനന്യ അവിടെ തന്നെ നിന്നു. ആ വാക്കുകൾ ഒരു ഉപദേശമായിരുന്നോ, അതോ ഒരു മുന്നറിയിപ്പോ? കോൺവെന്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ കറുത്ത കാർ വീണ്ടും അവിടെയുണ്ടായിരുന്നു. ഇത്തവണ അവൾ അതിലേക്ക് നോക്കിയില്ല. നേരെ മുന്നോട്ട് നടന്നു. കോൺവെന്റിന്റെ 2ാം നിലയിലെ ജനലിലൂടെ ചാരിറ്റി ലേഡി. അനന്യ അകന്നു പോകുന്നത് വിശബ്ദമായി നോക്കുകയായിരുന്നു. അവളുടെ അരികിൽ നിന്നിരുന്ന സഹായി പതുക്കെ ചോദിച്ചു, മാഡം, ഇനി എന്തു ചെയ്യണം? ചാരിറ്റി ലേഡി ജനലിൽ നിന്ന് കണ്ണു മാറ്റാതെ പറഞ്ഞു, ഇപ്പോഴൊന്നുമില്ല. അവൾ എവിടെ വരെ എത്തുമെന്ന് ആദ്യം നോക്കാം.